പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത്തിരി അധീരയാണ്. അത് പപ്പേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ടല്ല, പപ്പേട്ടൻ എൻ്റെ പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചതിലുള്ള അതാണ് എന്നെ അധീരയാക്കുന്നത്. പ്രിയപ്പെട്ട പോക്കർ മാഷ്, NM സണ്ണി, പാറക്കടവ് KN, നമ്മുടെ തന്നെ കുട്ടിയായിട്ട് പറയാൻ സാധിക്കുന്ന പ്രസാദ്, നവീൻ പ്രസാദ്, നന്ദി പറയാനുള്ള വിൽസൺ സാമുവൽ സർ, വലിയ ബുദ്ധിജീവികളും സൈദ്ധാന്തികരും നവീൻ പറഞ്ഞ പോലെ സ്വത്വവാദികളും ഒക്കെയാണ് ഇന്ന് സദസ്സിലുള്ളത് എന്നറിയാം. വിശേഷണങ്ങൾ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുക. പപ്പേട്ടനെ പറ്റി ഒരു വിശേഷണങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. പപ്പേട്ടൻ PK പോക്കറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ, അതിൻ്റെ അപ്പുറത്തിനിയൊന്നും PK പോക്കറിന് കിട്ടാനുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ പോക്കർ മാഷിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ T പത്മനാഭൻ എന്ന് പറയുന്ന നമ്മുടെ മഹാകഥാകാരൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കതയും സ്വഭാവ നൈർമല്യവും വെളിവാക്കുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട്. ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പോൾ ഏറ്റവും അടുത്ത വ്യക്തികളായിട്ട് മാറിയ അത്തരമൊരു സന്ദർഭം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പോക്കർ മാഷ് തന്നെ പറയുന്ന ജനാധിപത്യത്തെ പറ്റിയുള്ളൊരു വാചകമുണ്ട്. യോജിച്ചും വിയോജിച്ചും തർക്കിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന സമൂഹത്തെയാണ് ജനാധിപത്യ സമൂഹം എന്ന് നമ്മൾ വിഭാവന ചെയ്യുന്നത്. കൈകോർക്കുന്നവർക്കിടയിലും മുഷ്ടി ചുരുട്ടുന്നവരുണ്ടാവുക, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക. പുതിയ ഫാസിസക്കാലത്ത് ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് എത്ര കാലം ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഭീതിയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. പാറക്കടവിൻ്റെ ഒരു മിനിക്കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. വാസ്തവത്തിൽ പോക്കർ മാഷ് ഈ ആത്മകഥ തുടങ്ങുന്നത് ആ മിനിക്കഥയോട് ചെറിയ വിയോജിപ്പോടെ, എന്നാൽ വിയോജിപ്പല്ലാത്ത വിയോജിപ്പോടു കൂടി തന്നെയാണ് ഇത് തുടങ്ങുന്നത്. ഞാനില്ലാതെ എന്ത് ആത്മകഥ, എൻ്റെ ആത്മകഥ, ഞാനില്ലെങ്കിൽ ആത്മകഥയില്ലല്ലോ. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആമുഖത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അടരുകളിൽ മറ്റു മനുഷ്യർക്ക് വായിക്കുമ്പോൾ എൻ്റെ കാലത്തെപ്പറ്റിയും എൻ്റെ ജീവിതത്തെപ്പറ്റിയും, ജീവിതത്തെ അല്ല എൻ്റെ കാലത്തെയും എൻ്റെ ദേശത്തെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. KN വാസ്തവത്തിൽ KN ആയിരിക്കണം ഒരു മുഖ്യ പ്രഭാഷണത്തിന് എന്നേക്കാൾ യോഗ്യ എന്നെനിക്കറിയാം. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് KN അല്ല ഞാൻ മുഖ്യ പ്രഭാഷക എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, KN-ഉം PK പോക്കറും വേറെയല്ല, അവരൊന്ന് തന്നെയാണ്. ഒരിക്കൽ അദ്ദേഹം തന്നെ എൻ്റെ അടുത്ത് ഒരു പരിപാടിയുടെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ പറയുണ്ടായി, KN ഉണ്ടല്ലോ, അത് മതി, ഇനി ഞാൻ ആവശ്യമില്ല. അത്രയും അവർ ഞാൻ തന്നെയല്ലേ നീ എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മബന്ധം അവർ തമ്മിൽ ഉണ്ട്. ഒരു അധ്യായം തന്നെ വാസ്തവത്തിൽ KN-ഉമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയുള്ളൊരു അധ്യായം തന്നെയുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹം തെളിച്ച് പറയില്ല. അപ്പോഴും അദ്ദേഹം ദാർശനികരെ കൂട്ടുപിടിക്കുന്നും ഉണ്ട്. വാസ്തവത്തിൽ ജോഡി ഡീൻ്റെയും ദരിദ്രയുടെയും ഒക്കെ സൗഹൃദ സഖാത്വ കാഴ്ചപ്പാടുകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. തെളിച്ച് പറയില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ KN-ഉം KT-യും എന്നാണ് എൻ്റെ ഹെഡിങ്. KT എന്ന് പറയുമ്പോൾ KT ഗോവിന്ദൻ നമ്പ്യാർ എന്ന തൻ്റെ തന്നെ പിതാവിൻ്റെ സുഹൃത്ത്. അപ്പോൾ പിതാവും ഈ സുഹൃത്തും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. മരണത്തിന് ശേഷവും നിലനിന്ന ഒരു വലിയ ആത്മബന്ധത്തെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരേ ലക്ഷ്യം, ഒരേ താല്പര്യം, രണ്ടുപേരും നാടിൻ്റെ നന്മയും നേട്ടവും മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചവർ. മരണത്തിനപ്പുറത്തേക്ക് കൂടിയ ബന്ധം നീളുന്നത് അദ്ദേഹം കാണുകയാണ്. വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ജീവിച്ച ജീവിതങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം,
അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ സഖാക്കളാണ്, ഒന്നിച്ച് ചേർത്ത് പറയപ്പെടുന്നവരാണ്, ഒന്നിച്ച് ആക്രമിക്കപ്പെട്ടവരും കൂടിയാണ്. എല്ലാവർക്കും നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പി കെ പോക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആഗോള തലത്തിലുള്ള, അന്തർദേശീയ തലത്തിലുള്ള സൈദ്ധാന്തികരെ എനിക്ക് കുറച്ചെങ്കിലും ഒരു ചൂട്ട് കാണിച്ചു തന്ന ആളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും സാഹിത്യ വിമർശകൻ കൂടിയാണ് അദ്ദേഹം. അവരുടെ ഈ തത്വചിന്തകരെ അവരിടപെട്ട കാലത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങളുടെയും ദർശനങ്ങളുടെയും വെളിച്ചത്തിൽ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സഹായിച്ച ആളാണ്. തത്വചിന്ത എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത്, നമ്മൾ തത്വചിന്ത സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹയർ ലെവലിൽ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ അതിനെപ്പറ്റി വിചാരിക്കുക. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് തത്വചിന്ത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒന്നല്ല, അമൂർത്തങ്ങളിൽ അഭിരമിക്കുന്ന ഒന്നല്ല, മൂർത്തമായ ഭൗതിക സാഹചര്യങ്ങളെ ചേർത്ത് നിർത്തുകയും പരിഹാരങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്ന ഒന്ന്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ട ദാർശനികൻ മാർക്സ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മാർക്സിനെ വായിച്ചിട്ടല്ല മാർക്സിസ്റ്റുകാർ മുഴുവൻ മാർക്സിസ്റ്റുകാരായത്, അല്ലെങ്കിൽ മാർക്സിനെ മനസ്സിലാക്കിയത്, തങ്ങളുടെ തന്നെ മർദ്ദിത ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് മാർക്സിനെ വായിച്ചിട്ടല്ല. പക്ഷെ മാർക്സിനെ വായിച്ച പി കെ പോക്കർ മാഷ പോലെയുള്ളവർ നമുക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശാസ്ത്രയുക്തിയുടെ അതിരിൽ ചെന്ന് തൊടുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥ, പിന്നെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു മതവിശ്വാസിയായ ആൾക്ക് പിന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ മതവിശ്വാസം ഉണ്ട്. പക്ഷേ ഒരു ഫിലോസഫർക്ക് പിന്നെയും പിന്നെയും അന്വേഷിക്കേണ്ടി വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നു എഴുത്തുകാരിപ്പോൾ പപ്പേട്ടൻ ഇവിടെയുണ്ട്, പപ്പേട്ടനെ പോലുള്ള എഴുത്തുകാരും വാസ്തവത്തിൽ ഈ ഒരു ശാസ്ത്രയുക്തിയുടെയോ ഒക്കെ അതിർത്തിയിൽ ചെന്ന് തൊടുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റാത്ത ചില അവസരങ്ങൾ, ആ അവസരങ്ങളിൽ മനുഷ്യൻ്റെ അന്തരാളത്തിലേക്ക് ഇറങ്ങി അത്തരത്തിലുള്ള കഥകൾ എഴുതുകയാണ് വാസ്തവത്തിൽ സർഗാത്മക എഴുത്തുകാരും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉത്തരം കിട്ടാ ചോദ്യങ്ങൾ തന്നെയാണ് അവർ കഥകളാക്കുന്നത്. തത്വചിന്ത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ സാഹിത്യകൃതികളായിരിക്കാം മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക. അവർ വായിക്കുന്നതായിരിക്കും. തത്വചിന്ത ഒരിക്കലും അതുപോലെ വായിക്കപ്പെടില്ല. പക്ഷേ ഈ തത്വചിന്ത വാസ്തവത്തിൽ സാഹിത്യത്തെയും ശാസ്ത്രചിന്തയെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ പോക്കർ മാഷിന് തന്നെ ബാല്യത്തിൽ ഇതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്, അതെടുത്ത് പറയാൻ നമുക്ക് സാധിക്കും. അതായത് പോക്കർ മാഷ് ചെറിയ കുട്ടിയാണെന്ന്, എനിക്ക് തോന്നുന്നൊരു 10 വയസ്സോ മറ്റോ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എന്തോ കാര്യത്തിന് വീട്ടുകാരുമായിട്ട് പിണങ്ങി രാത്രി വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്. രാത്രിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി അങ്ങാടിയുടെ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ കുട്ടിയെ കണ്ടിട്ട് നാട്ടിൽ തന്നെയുള്ള വീടുമായിട്ട് അത്രയൊന്നും ബന്ധമില്ലാത്ത കണാരൻ എന്ന് പറയുന്ന ഒരാൾ ഈ കുട്ടി, മോൻ എന്താ ഇവിടെ അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൈപിടിച്ച്, വേറെ ഒന്നും ചോദിക്കുന്നില്ല, അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പോക്കർ മാഷ ആലോചിക്കുന്നത്, താൻ ഇങ്ങനെ ഇദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ താൻ എന്താകുമായിരുന്നു, തൻ്റെ ജീവിതം എന്താകുമായിരുന്നു, ഇപ്പം ഞാൻ ജീവിക്കുന്നൊരു പോക്കറായിരിക്കില്ല, എൻ്റെ ജീവിതം മറ്റെന്തൊക്കെയോ വഴിതെറ്റി അങ്ങനെയൊക്കെ പോകുമായിരുന്നില്ലേ എന്നാലോചിക്കുന്ന പോക്കർ മാഷ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഒരു കഥയായിരിക്കും എഴുതുക. പക്ഷേ പോക്കർ മാഷ് സിദ്ധാന്തങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുന്നു. അദ്ദേഹം ഇമ്മാനുവൽ കാന്റിനെ കോട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ബാഹ്യമായ ഒരു പ്രേരണയും ഇല്ലാതെ നമുക്ക് നന്മ ചെയ്യാൻ തോന്നുക. ഇപ്പോൾ സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നന്മ ചെയ്യാം അല്ലേ? അങ്ങനെയൊന്നും അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, അവിടെ കൊണ്ടാക്കുമ്പോഴും ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല, കണാരൻ അവിടെ കൊണ്ടാക്കി കണാരൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രേരണയും ഇല്ലാതെ ഒരു നന്മ ചെയ്യാനുള്ളൊരു ത്വര,
ഉപാധിരഹിത അനിവാര്യതയാവുന്നു നമ്മുടെ ജീവിതത്തിൽ. അതാണ് നൈതികത എന്ന് അദ്ദേഹം ഈ സൈദ്ധാന്തികരെ ഉദ്ധരിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും പത്മനാഭൻ നമ്മുടെ പപ്പേട്ടൻ ഒരുപക്ഷെ ആ ഒരു സന്ദർഭത്തെ ഹൃദയാവർജകമായിട്ടുള്ളൊരു കഥയാക്കിയിട്ടായിരിക്കും മാറ്റുക. ഈ സൈദ്ധാന്തികരായാലും എഴുത്തുകാരായാലും സർഗാത്മക എഴുത്തുകാരായാലും അവരുടെയൊക്കെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ ഒരുപോലെയാണ്. പക്ഷെ അവർ നടക്കുന്ന വഴി രണ്ട് തരത്തിലാകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എരിക്കിന്തി എനിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു എരിക്കിന്തി എന്താണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ കണ്ടെത്തിയത് അതായിരിക്കില്ല ഒരു പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എരുക്ക് എന്നുള്ളത് കള പോലെ വളരുന്ന നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു നല്ല പൂക്കളുള്ള ഒരു പല നിറത്തിലുള്ള പൂക്കൾ. അതിൽ ചിറ്റരിക്കിന് നല്ല ചുവന്ന കളറ് കൂടി അതിൻ്റെ മുകളിലുണ്ട്, ഒരു ചുവപ്പ് കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോക്കർ മാഷ് ഇത് രണ്ടും കൂടി ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ സങ്കല്പിച്ചത് ഇങ്ങനെയാണ്, കള പോലെ ജീവിക്കാൻ കഴിഞ്ഞ, കള പോലെ ജീവിച്ചു കുട്ടിക്കാലത്ത്, അതിൽ ഒരു തീ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെടുത്ത്. അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബാല്യം എന്ന് പറയുന്നത് അതുപോലെ ജീവിക്കാൻ സാധിച്ച ഒരാളാണ്. ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ കാർഷിക സംസ്കൃതിയുടെ എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യപ്പറ്റും വ്യത്യസ്ത ജാതി മതസ്ഥരുമായിട്ട് ഇടകലർന്ന് ജീവിക്കാൻ അവസരം കൊടുത്ത ഉത്സവങ്ങളുണ്ടായിരുന്നു, കാളച്ചന്ത ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാപ്പിളപ്പാട്ടുകൾ, ചോമപ്പൻ കൊത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രവാദി, ഒരു കീഴാള മനുഷ്യനായിരിക്കുമല്ലോ സാധാരണ അത്തരത്തിൽ ഒരു അമ്പലത്തിൽ അത്തരം ഒരു പരിപാടി ചെയ്യുന്ന ഒരാൾ. പക്ഷെ അയാളുടെ ജീവിതം അത് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ അയാൾക്ക് പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അയാൾ എന്തായി പോകുന്നു എന്നുള്ള ഒരു അന്വേഷണം, ഫീലിംഗ് ക്ലബ്ബ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു കുട്ടിക്കാലം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കുട്ടിക്കാലത്ത് കളിയാക്കി വിളിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. കൂട്ടുകാരൊക്കെ പോക്കർ എന്ന വാക്ക് കുട്ടികളൊക്കെ കളിയാക്കാൻ വിളിച്ചിരുന്ന ഒരു വാക്കായിരുന്നെങ്കിൽ അദ്ദേഹം മുതിർന്ന് വലിയ ഫിലോസഫി അധ്യാപകനാവുന്നു. ICPR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ചിൻ്റെ സീനിയർ ഫെലോഷിപ്പ് കിട്ടിയ ആദ്യ മലയാളിയാണ് അദ്ദേഹം. പല അന്താരാഷ്ട്ര വേദികളിലെയും പ്രബന്ധാവതാരകൻ ആവുന്നുണ്ട് അദ്ദേഹം. ഇതൊക്കെ ആവുമ്പോഴും ഈ പേരും അത് സൂചിപ്പിക്കുന്ന ഒരു അപരത്വം അല്ലെങ്കിൽ കീഴാളത്വം വളരെ ഹിംസാത്മകമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സർഗാത്മകതയും സാഹിത്യവും മാർക്സിയൻ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ PhD എടുത്ത് 1ാം റാങ്കോടെ PSC നിയമനം ലഭിച്ച് യൂണിവേഴ്സിറ്റിയിൽ വന്ന ആളെ പറ്റിയിട്ട് നമ്മുടെ തന്നെ ഒരു വലിയ കവി ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത് പുക്കാസയുടെ വഴിയിൽ യൂണിവേഴ്സിറ്റിയിൽ കയറിപ്പറ്റിയ പോക്കർ എന്നാണത്രേ. അതാണ് നേരത്തെ പറക്കടവും സൂചിപ്പിച്ചത്. അപ്പം നമുക്ക് ഈ നമ്മുടെ മനസ്സിലുള്ള പല ബിംബങ്ങളും ഉടഞ്ഞു വീഴുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞു വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അക്കാദമിക് രംഗത്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് മേലാളരിൽ നിന്നായാലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ. നേരത്തെ പറഞ്ഞു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബഷീർ ചെയർ ഭാരവാഹിത്വം, ഇതൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ EMS ചെയറുമായിട്ട് അദ്ദേഹം അങ്ങ് സഹകരിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് സഹകരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് വളരെ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ പോരെ, അത്തരമൊരു അഡ്വൈസാണ് നമുക്കൊക്കെ ഒരുപക്ഷെ കിട്ടുക എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറയുന്നു. പക്ഷേ നിലപാടുകളുള്ളവർ, പ്രബുദ്ധരായ മനുഷ്യർ ഇത്തരം സ്ഥാനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് ഏറ്റെടുക്കാതിരിക്കരുത്. അങ്ങനെ ഏറ്റെടുക്കുന്ന ചെറിയ ചെറിയ വൈഷമ്യങ്ങളും അസ്വസ്ഥതകളും ഉയർത്താനാവുന്ന പ്രതിഷേധ സ്വരങ്ങളുമാണ് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നു PK പോക്കർ. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കാലത്തൊരു മതസഹിത ജീവിതമായിരുന്നു. ഖുർആൻ ഓതാനും ഒത്തുപള്ളിയിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. പക്ഷേ കുട്ടിക്കാലത്ത് തന്നെ മതവിശ്വാസവും അല്ലെങ്കിൽ മതവും
യുക്തിയും യുക്തിവാദവും ഒരുപോലെ തന്നിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ മതസഹിത ജീവിതത്തിൻ്റെ അപ്പുറം അദ്ദേഹം യുക്തിവാദിയാവുന്നു, പ്രസ്ഥാനവൽക്കരിച്ച മതത്തിൻ്റെ വിമർശകനാകുന്നു, ഫിലോസഫറാകുന്നു. ഇതൊക്കെ ആയിട്ടും പി കെ പോക്കർ പലരുടെയും കണ്ണിൽ മുസ്ലിം സ്വത്വവാദിയാണ്. KNAയും ചേർത്ത് പുക്കാസയിലേക്ക് സ്വത്വവാദത്തെ ഒളിച്ചു കടത്തിയ ആളുകളാണ് ഇവർ രണ്ടുപേരും. ആ രീതിയിൽ ആണ് ഇവരെ പറ്റി പറയാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പാണ്, നിലപാടുകളുള്ളവനായി വരേണ്യവർഗ വിവേചനങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയായിരുന്നു താൻ എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. വേറൊരു വാചകം അദ്ദേഹം പറഞ്ഞ് വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി, വീടുമായും നാടുമായും സമുദായവുമായും വരേണ്യവർഗവുമായും കലഹിക്കാതെ വേറിട്ട ഒരു ഇടം ഒരാൾക്ക് ഉണ്ടാക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സ്വത്വവാദി എന്ന് പറയുമ്പോൾ എന്തോ ഒരു, ഞാൻ തന്നെ ഇപ്പോൾ ആദ്യം പറഞ്ഞു സ്വത്വവാദികൾ ഇവിടെ ധാരാളം ഉണ്ടായിരിക്കും എന്ന്. ഈ എങ്ങനെയാണ് ഈ സ്വത്വവാദം എന്ന് പറയുന്നത്? അത് ന്യൂനപക്ഷ സ്വത്വവാദമാകാം, അല്ലെങ്കിൽ ദളിത് സ്വത്വവാദമാകാം. എങ്ങനെയാണ് അതൊരു വലിയ കുറ്റമായി മാറുന്നത്? അത് രഹസ്യമായി ചെയ്യേണ്ട ഒരു മ്ലേച്ഛ പ്രവൃത്തിയാവുന്നത് എന്തുകൊണ്ടാണ്? അധികാരമുഷ്കിന് വിധേയരാകുന്ന ഏത് സമൂഹത്തിനും സ്വത്വബോധത്തോടെ ഒന്നിക്കാൻ അവകാശമുണ്ട്. ദളിതർ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇതിന് മുന്ന് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, ബഹുസംസ്കാരവും ജ്ഞാനോദയവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദളിതർ അവരുടെ അധസ്ഥിതാവസ്ഥ കണ്ട് മനസ്സിലാക്കി ആരാണോ തൻ്റെ മർദ്ദകർ അവർക്കെതിരായിട്ട് നട്ടെല്ലുയർത്തി നിന്ന് സംസാരിക്കാൻ കഴിയുന്നൊരവസ്ഥയെയാണ് നമ്മൾ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ജ്ഞാനോദയം എന്ന് പറയുന്ന ആ വാക്ക്. അതെങ്ങനെയാണൊരു കുറ്റമാവുക? തങ്ങളെത്ര കാലവും മർദ്ദിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ കീഴടക്കി വെച്ചിരുന്ന മനുഷ്യരുടെ, അവരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾ, അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ സ്വത്വബോധം അവർക്ക് ഉണ്ടാകും. അതുപോലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വത്വബോധത്തോടെ അവരും ചിന്തിക്കും, എന്തുകൊണ്ടിങ്ങനെ? ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ? ഇവർ പറയുന്ന പതിത്വം നമ്മൾ അർഹിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കണത് ദളിത് ബന്ധു എന്ന് പറയുന്ന ഒരു 3-4 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു ചരിത്രകാരനാണ്. ഒരു അക്കാദമിക് ചരിത്രകാരനല്ല. അദ്ദേഹം സ്വന്തം ഗവേഷണം നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ദളിത് ബന്ധുവിൻ്റെ ഒരു പുസ്തകം, ആരാണ് ഇന്ത്യൻ മുസ്ലിം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിന് അവതാരിക എഴുതാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ് ഇന്ത്യൻ മുസ്ലിം? ഓരോ ഇന്ത്യൻ മുസ്ലിമും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ആരാണ്? നിങ്ങൾ അങ്ങോട്ടല്ല, അറേബ്യയിലേക്കല്ല നോക്കേണ്ടത്, ഇവിടെ നോക്കൂ, ആരാണ്? എവിടെയാണ് നിങ്ങളുടെ വേരുകൾ? അപ്പം നിങ്ങളെ ഇന്ന് അപരവൽക്കരിക്കുന്ന ഈ ബ്രാഹ്മണിസത്തിൻ്റെ വക്താക്കളേക്കാൾ ഈ മണ്ണുമായിട്ട് ബന്ധമുള്ളത് മുസ്ലിങ്ങൾക്കാണ്. അതേപോലെ അവർക്ക് അധിനിവേശക്കാരോട് എതിരിട്ടൊരു ദീർഘചരിത്രം ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് അതിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അതേപോലെ തന്നെ മണ്ണിൻ്റെ മക്കളായ കീഴാള ജനതയോട് ഏറ്റവും അധികം സഖാത്വമുള്ളവരും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവരെ പരസ്പരം തല്ലിച്ച് വെറുപ്പിൻ്റെ വക്താക്കൾ ലാഭം കൊയ്യുകയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നാടിൻ്റെ ഭാഗധേയം മാറും. ഇതാണ് ബ്രാഹ്മണിസത്തിൻ്റെ വക്താക്കളെ അസ്വസ്ഥരാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അധികാരപക്ഷത്തിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഭയമായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ ഈ സാമാന്യരായ സവർണ വ്യക്തികൾ, അവരൊക്കെ സമൂഹത്തിൽ നമ്മളൊക്കെ ആദരിക്കുന്നവരാണ്. പക്ഷെ അവരിലും പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക ഹെഗിമണിയെ അവർ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും അത് അവർ തന്നെ തിരിച്ചറിയുന്നത് പലപ്പോഴും വേറൊരാൾ പറയുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഘട്ടങ്ങളിൽ അത് വെറുപ്പ് ചുവയ്ക്കുന്ന വാക്കുകളായി അത് പുറത്തു വരികയും ചെയ്യുന്നതാണ്. അതാണ് പി കെ പോക്കറിൻ്റെ നേരെയൊക്കെ പലപ്പോഴും വന്നിട്ടുള്ള ഇത്തരം വാക്കുകൾ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർപേഴ്സണായിരിക്കുമ്പോൾ NV കൃഷ്ണവാര്യർ ഇരുന്ന കസേരയാണേ എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള ചില NV കൃഷ്ണവാര്യരുടെ അതേ ഉയരത്തിൽ ഒരിക്കലും ഒരു പി കെ പോക്കറിന് എത്താൻ പറ്റില്ല എന്നുള്ള
ആ ഒരു വെറുപ്പ് ചുവക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം മുന്നിലത്തെ പുസ്തകത്തിലും ഇവിടെയും പറയുന്ന അതാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫി പുസ്തകങ്ങൾ, ഇന്ത്യൻ ഫിലോസഫി പുസ്തകങ്ങളിൽ ശങ്കരാചാര്യരുണ്ട്, മഹാത്മാഗാന്ധിയുമുണ്ട്, പക്ഷേ നാരായണ ഗുരു ഇല്ല, അംബേദ്കർ ഇല്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആ ഒരു ബൗദ്ധിക പാരമ്പര്യം വാസ്തവത്തിൽ അവകാശപ്പെടാവുന്നത് അംബേദ്കർക്കും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനാണ്. അവർ രണ്ടുപേരെയും ഇതിലൊന്നും ഇന്ത്യൻ ഫിലോസഫിക്കൽ പുസ്തകങ്ങളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വാസ്തവത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയും, പക്ഷേ നമ്മുടെ പുസ്തകങ്ങളിൽ എന്തുമാത്രം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇതെല്ലാം തിരിച്ചടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഗുരുവിൻ്റെ അപരപ്രിയം എന്ന വാക്ക് എത്ര അർത്ഥസമ്പുഷ്ടമാണ് എന്നറിയുന്നുണ്ട് പി.കെ. പോക്കർ മാഷ്. നമ്മുടെ ഭരണഘടനയിൽ ഫ്രറ്റേണിറ്റി എന്നൊരു വാക്കുണ്ടല്ലോ. ഫ്രറ്റേണിറ്റി എന്ന വാക്കിന് നമ്മൾ സാധാരണ സഹിഷ്ണുത എന്ന് പറയും. സഹിഷ്ണുതയിൽ ഒരു സഹനമാണുള്ളത്. നമ്മൾ സഹിക്കുകയാണ്, മറ്റവരെ നമുക്കത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും നമ്മളങ്ങോട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അന്യനോട് അസഹിഷ്ണുതയുള്ളപ്പോഴും പ്രായോഗികമായിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ്. അതല്ല നാരായണ ഗുരു പറയുന്നത് ആ സാഹോദര്യം അല്ലെങ്കിൽ ജ്ഞാനേയ ബഹുസ്വരത, മറ്റുള്ള മതങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അവരോട് കൈകോർക്കാൻ തോന്നുന്ന. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളും എൻ്റെ എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളിൽ അവിടെയൊക്കെ പഠിപ്പിക്കണം എന്ന് ശ്രീനാരായണ ഗുരു പറയാൻ കാരണം അതാണ്. ജ്ഞാനേയ ബഹുസ്വരത, അതും ഇമ്മാനുവൽ കാന്റിൻ്റെ തന്നെയാണ്. ഈ ശ്രീനാരായണ ഗുരു പറയുന്ന ഇനമേതെന്നു കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ. ഇനമേതെന്ന് കേൾക്കില്ല, ഇനം നമ്മൾ വിവിധ ഇനങ്ങളായിട്ട് ഇനമേതെന്ന് കേൾക്കില്ല, നിനവും കണ്ണുമുള്ളവർ. നിനവ് എന്ന വാക്കിന് ഓർമ്മ എന്നുള്ള അർത്ഥമാണ് പോക്കർ മാസ്റ്റർ ആദ്യത്തെ പുസ്തകത്തിലുള്ളതാണിത്. ഓർമ്മ, അത് ശരിയാണ്, നിനവുള്ളവർ. അപ്പോൾ ഈ ഓർമ്മ എന്നുള്ളതിന് ഇമ്മാനുവൽ കാന്റ് പറയുന്ന ചരിത്രവൽക്കരണം, അതാണ് അദ്ദേഹം അതിനോടാണ്. അതായത് ചരിത്രം അറിയുക. നമ്മൾ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വെറുക്കാൻ സാധിക്കില്ല. ഇവരുടെയൊക്കെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഈ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ബ്രാഹ്മണ പാരമ്പര്യമൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു കേരളം ഉണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാവരും ഒന്ന് തന്നെയായിരുന്നു അല്ലേ, ജാതീയത വരുന്നതിന് മുമ്പ്. അതാണ് അദ്ദേഹം പറയുന്നത്, ഇനമേതെന്ന് കേൾക്കില്ല നിനവും കണ്ണുമുള്ളവർ എന്ന് പാടുന്നില്ലേ ഗുരു. അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ കുറേയും കൂടി വലുതായി കഴിയുമ്പോൾ ഈ സിദ്ധാന്തങ്ങളിലോ ഈ ഫിലോസഫി ബുക്കുകളിലോ ഒന്നും ശ്രീനാരായണ ഗുരുവോ അല്ലെങ്കിൽ അംബേദ്കറോ ഇല്ലാത്തതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിറകോട്ട് നടക്കലിന് കാരണം എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അപ്പോൾ ഈ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം മേൽക്കൈ നേടുന്ന കാലത്ത് എഴുത്തും വായനയും എങ്ങനെ ഒരു സാംസ്കാരിക പ്രതിരോധമാക്കാം എന്ന് ചിന്തിക്കുകയാണ് ഗ്രന്ഥകാരൻ ഈ ആത്മകഥയിലൂടെ പോലും. അതുകൊണ്ടാണ് ഇതൊരു വെറും ആത്മകഥയല്ല. മാറ്റി നിർത്തപ്പെട്ട സ്വന്തം സമുദായത്തെപ്പറ്റി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയും പ്രതിരോധങ്ങളും ദളിത് അവബോധത്തെപ്പറ്റിയും ബ്രാഹ്മണിക് സാംസ്കാരിക ഹെഗിമണിയെപ്പറ്റിയും സാഹിത്യ ക്യാമ്പുകളിലും സെമിനാറുകളിലും സംസാരിക്കുകയും ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വരമുയർത്തുകയും ചെയ്തതിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാംസ്കാരിക നായകരിൽ നിന്ന് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒറ്റപ്പെടുത്തൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. ഇത്തരത്തിലുള്ള ഒരു അപരവൽക്കരണം വരുന്നുണ്ട് ഇന്ത്യയിൽ എന്ന് മുൻകൂട്ടി കണ്ട ഒരു സൈദ്ധാന്തികനെ പറ്റി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഐജാസ് അഹമ്മദ് എന്ന ഇന്ത്യക്കാരനായ ഐജാസ് അഹമ്മദ് 1992 ബാബരി മസ്ജിദ് ധ്വംസന ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ അതോടുകൂടി അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ്. അൽത്തൂസറെ ഒക്കെ എപ്പോഴും ഉദ്ധരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം അതൊക്കെ മാറ്റിവെക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ അവസ്ഥകളെ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ത്യൻ അവസ്ഥകളെ നോക്കിക്കാണാൻ
ഇറ്റാലിയൻ ഫാസിസത്തിൻ്റെയും ഗ്രാംഷിയൻ എഴുത്തുകളുടെയും വെളിച്ചത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് 1993 അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. വരാൻ പോകുന്നൊരു കാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്. ഇന്ന് 2002 ശേഷം ഒരുപക്ഷെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എല്ലാവരും ഇന്ന് ഗ്രാംഷിയെയും വംശീയതക്കെതിരെ നിരീക്ഷണങ്ങൾ നടത്തിയ ഫ്രാൻസ് ഫാനനെയും ജർമ്മൻ ഫിലോസഫർ അഡോർണയെയും ഹന്ന ആരൻഡിനെയും ഒപ്പം ഇന്ത്യയിലെ അംബേദ്കറെയും നാരായണ ഗുരുവിനെയും സ്മരിക്കാതെ നമുക്കിന്ന് ഇന്ത്യൻ ഒരു അവസ്ഥയെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മണിപ്പൂരിൽ അദ്ദേഹം പോയ കാര്യം പറഞ്ഞു. സണ്ണി പറഞ്ഞ അദ്ദേഹം ഈ വംശീയ ആക്രമണങ്ങൾ നടന്നതിന് ശേഷമല്ല പോകുന്നത്. 2007 വാസ്തവത്തിൽ പി കെ പോക്കർ മണിപ്പൂർ പോകുന്നത്. അന്ന് മണിപ്പൂർ ഇങ്ങനെയൊന്നുമില്ല. മണിപ്പൂർ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മണിപ്പൂരി നൃത്തമായിരുന്നു മണിപ്പൂർ. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ഇവരെ പറ്റി കേൾക്കുന്നു, സമരം ചെയ്ത മെയ്ത്തി ഇറോം ശർമ്മളയുടെ സമരം കേൾക്കുന്നു. അതൊക്കെ 2010 ശേഷമാണ്. അതിനു മുമ്പാണ് വാസ്തവത്തിൽ അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പതുക്കെ ബ്രാഹ്മണവൽക്കരണം അല്ലെങ്കിൽ ഇത് അവിടെ നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ കുക്കികളും മെയ്ത്തികളും നാഗന്മാരും ഒക്കെ അവരൊക്കെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ തന്നെയായിരുന്നു. പക്ഷെ മെയ്ത്തികൾക്കിടയിൽ നമുക്കറിയാം 2014 ശേഷം ഇത് വളരെ ശക്തമായിട്ട് ഈ ബ്രാഹ്മണവൽക്കരണം നടക്കുകയും അതേപോലെ തന്നെ അവരെ ആയുധവൽക്കരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ ഈ വംശീയ സംഘടനകൾ ഉണ്ടായതെന്നും നമുക്ക് നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിൽ അധികാരികളുടെ എന്താ പറയേണ്ടത് നിസ്സംഗത അത് നടക്കട്ടെ. വാസ്തവത്തിൽ അവർക്കത് നടക്കണം. അവർ കുറേ ആളുകൾ ആ മലയിൽ താമസിക്കുന്ന കുക്കികൾ അവിടെ നിന്ന് പോകണം. അതിനുശേഷം അത് കോർപ്പറേറ്റുകൾക്ക് ഖനനത്തിനായിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയെന്ന് നമുക്ക് അറിയാം. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പാണ് വാസ്തവത്തിൽ ഇദ്ദേഹം അവിടെ പോകുന്നത്. പക്ഷേ ഇതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് തോന്നാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഐസക് ഈപ്പൻ്റെ സെർട്ടോ എലിയാസ് എന്ന കഥ വായിച്ചതിന് ശേഷമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ ഒരു മണിപ്പൂരി ഡ്രൈവറുടെ കുടുംബം ഈ കലാപത്തിൽ മകള് നഷ്ടപ്പെടുന്ന ആ ഒരു കഥയാണല്ലോ സെർട്ടോ എലിയാസിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുകയാണ്, ഞാൻ 2007 പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം. അദ്ദേഹം ഒരു ഫിലോസഫി കോൺഫറൻസിന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അതിനുശേഷം എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ഒന്ന് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും ചരിത്രപരമായ പ്രാധാന്യമൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പോയത് ഒരു കെ സി പാണ്ഡെ എന്ന് പറയുന്ന ലക്നൗ സർവകലാശാലയിലെ ഒരു ഫിലോസഫി പ്രൊഫസറോടൊപ്പമായിരുന്നു. വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പലവട്ടം ലക്നൗവിൽ പോയിട്ടുണ്ട്. ഡൽഹിയിൽ ഇവർ ഒന്നിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ മണിപ്പൂരിലേക്ക് ഈ കോൺഫറൻസിന് പോകുന്നത്. അപ്പോൾ കോൺഫറൻസിൻ്റെ ഇടയിൽ ഇവർ പുറത്തു പോകുന്നു, നടക്കാൻ പോകുന്നു, കാഴ്ചകൾ കാണുന്നു. അതിനിടയിൽ ഇവർ ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ കെ സി പാണ്ഡെ ഭാഷ അവരുടെ ഹിന്ദിയിൽ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു. ക്ഷേത്ര നിർമ്മാണം നടക്കുന്നിടത്ത് സംസാരിക്കുന്നു. പോക്കർ മാഷ് പിറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയാണ്, കെ സി പാണ്ഡെ പറയാണ്, ഓ നന്ദി ആർ എസ് എസിന് നന്ദി. ഈ കെ സി പാണ്ഡെ ആരാണെന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് പോക്കർ മാഷ്ക്ക് അറിയാം. അദ്ദേഹം ഒരു പഞ്ചാബി ബ്രാഹ്മണനാണ്. സിഖ് കലാപമുണ്ടായ സമയത്ത് ഡൽഹിയിലുണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിച്ചൊരു കഥ അദ്ദേഹം പോക്കർ മാഷോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഞാൻ RSSകാരനല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ICPRൻ്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ പറയുന്നത് RSSന് നന്ദി. ഇവിടെ ഈ ഹൈന്ദവവൽക്കരണമൊക്കെ നടക്കുന്നു, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു, നന്ദി എന്ന് പറയുമ്പോൾ പോക്കർ മാഷ് പറയുന്നത് എനിക്ക് മനുഷ്യനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസരമായിരുന്നു അത് എന്ന്. ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നതും സെർട്ടോ എലിയാസ് എന്ന കഥ വായിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നണം ആ ഒരു വാചകം അദ്ദേഹം വീണ്ടും ഓർക്കുകയാണ്. ഇന്ന് നടക്കുന്ന വംശഹത്യയ്ക്ക് സൂചകമായ ഒരു വാചകം ആയിരുന്നില്ലേ? കാരണം നമ്മുടെയൊക്കെ പതുക്കെ നമ്മൾ ബ്രാഹ്മണവൽക്കരിക്കപ്പെടുകയാണ്. ഹയർ കാസ്റ്റുകളൊക്കെ ആ രീതിയിൽ ബ്രാഹ്മണവൽക്കരിക്കപ്പെടുന്നു.
താഴെയുള്ളവരും അതിനോടൊപ്പം വരുന്നു. അതാണല്ലോ അതിൻ്റെ രസം. അവരെയാണല്ലോ ഗുജറാത്ത് കലാപത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും കീഴാളരായ മനുഷ്യരെ കൂടിയാണ്. അവരെ കൂടി വഞ്ചിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ സംഭവിക്കുന്ന ഈ ബ്രാഹ്മണവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ നമ്മൾ മണിപ്പൂരിൽ കാണുന്നു. ഇനി നമ്മുടെ നാട്ടിലും ഇപ്പം നമ്മൾ പാലക്കാട് കണ്ടു. ഒരു പാവപ്പെട്ടൊരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടു. ആൾക്കൂട്ടക്കൊല. ഒരു പക്ഷെ കൊന്ന് പഠിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ്. അയാളെ കൊന്നാലും ആരും ഒന്നും ചോദിക്കാനില്ല. എങ്ങനെയാണ് കൊല്ലാൻ പഠിക്കുക എന്നാണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തല മുതൽ കാല് വരെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ അടിച്ച് ചവിട്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കുന്നത് എങ്ങനെ? അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ KC പാണ്ഡെ ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല. അത് നമുക്കിന്നറിയാം. ഒരു പക്ഷേ ഇത് നമ്മളാരും ഈ ജാതി ഹിന്ദുക്കൾ അറിയുന്നുണ്ടാവില്ല അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു ബ്രാഹ്മണവൽക്കരണത്തെ പറ്റി. അവർണരും എന്തൊക്കെയോ എന്താ പറയണ്ടേ വഞ്ചിക്കപ്പെടലിലൂടെ ഇവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ വിശകലനത്തിലൂടെ ആലോചിക്കാം. ജർമ്മൻ ഫിലോസഫർ അഡോർണോയുടെ ഗ്രന്ഥകാരൻ തന്നെ ഉദ്ധരിച്ച ഒരു വാചകത്തിൻ്റെ അത് ഞാൻ മലയാളീകരിച്ച് വിടുകയാണ്. അതോടുകൂടി നിർത്താൻ പോവാണ്. മറ്റുള്ളവരുടെ ശക്തിയെ പറ്റിയുള്ള ഭയം, നമ്മുടെ തന്നെ ബലഹീനതകളെ പറ്റിയുള്ള നിരാശാബോധം, ഇവ നമ്മളെ വിഡ്ഢികളാക്കാതിരിക്കാൻ നോക്കുക എന്നതാണ് നാം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ലാത്ത ദൗത്യം എന്ന് PK പോക്കർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും ഇനിയുള്ള കാലവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. വായിക്കുന്നവർക്ക് അത് എന്നും പ്രചോദകമാവുകയും ചെയ്യും. നന്ദി.